തിരുവനന്തപുരത്തെ CPM-ന്റെ തോൽവിയിൽ പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്നത്. ആര്യ ഉണ്ടാക്കിയ വിവാദങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. വിളയാതെ ഞെളിയരുത് എന്നാണ് വെള്ളാപ്പള്ളി പ്രധാനമായും വിമർശിക്കുന്നത്. ആര്യക്ക് ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അധികാരത്തിലിരുന്ന് ഞെളിയരുതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പണ്ടത്തെ കാലമല്ല, നന്നായി പെരുമാറണമെന്നും ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ ദൂഷ്യം തിരുവനന്തപുരത്ത് തിരിച്ചടിയായി എന്നും കൂടെ അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ എല്ലാവരും കൂടെ പൊക്കി. അപ്പോൾ അവരങ്ങ് പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിന്റെ ദോഷമുണ്ടായി. ആളുകളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു. ഈ അധികാരത്തിന്റെ ധാർഷ്ട്യം കൂടാതെ പ്രായത്തിന്റെയും ചെറുപ്പത്തിന്റെയും അഹങ്കാരവും കൂടിയപ്പോഴാണ് അതൊരു ചർച്ചാ വിഷയമായത്. ഇതാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണമായത്. എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തിട്ടും അത് താഴെ തട്ടിലേക്ക് അറിയിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ മസിലുപിടുത്തമുണ്ട്. ആളുകളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും പെരുമാറേണ്ടതുണ്ട്. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പതിവ് പോലെ ഇത്തവണയും മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി വെറുതെ വിട്ടിട്ടില്ല. മുസ്ലിം ലീഗ് വെറും മലപ്പുറം പാർട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗ് മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുത്ത് കൊണ്ടുപോയെന്നും അദ്ദേഹം അധിക്ഷേപിക്കുന്നു. മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന UDF-നെ താൻ സഹായിക്കാത്തത് അവരെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാനൊരു വർഗീയവാദിയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം പറഞ്ഞു നടക്കുന്നത്. മുസ്ലിം സംഘടനകൾ എനിക്കെതിരെ പ്രമേയം പാസാക്കി. ലീഗിന്റെ പത്രം എഡിറ്റോറിയൽ എഴുതി. എന്നെയും യോഗത്തെയും മുസ്ലിം വിരോധിയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ താനൊരു മുസ്ലിം വിരുദ്ധനല്ല എന്നും തന്നെ ദേശീയവാദിയായി കൊണ്ടു നടന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നും കൂടെ വെള്ളാപ്പള്ളി പറയുന്നു. തന്റെ ഉള്ളിൽ ജാതി ചിന്ത ഇല്ല. എന്നാൽ ജാതി വിവേചനം കാണിക്കുമ്പോഴാണ് അത്തരം ചിന്ത ഉണ്ടാകുന്നത്. സമുദായത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ വിമർശിക്കുമെന്നും മുസ്ലിം സമുദായത്തെ താൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിം ലീഗിനെയാണ് എപ്പോഴും ഞാൻ വിമർശിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണിയും VS അച്യുതാനന്ദനും ലീഗിനെതിരെ പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഞാൻ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞതിന് സകല അലവലാദികളും എന്നെ ചീത്ത വിളിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇവിടെ 14 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ട് ഒരൊറ്റ യൂണിവേഴ്സിറ്റി പോലും ഈഴവർക്കില്ല എന്നും ലീഗിന് ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിരിക്കെ ഒരൊറ്റ സ്കൂളെങ്കിലും തങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൂടെ അദ്ദേഹം പറയുന്നു. താൻ ഗുരുവിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. സഹോദര ചിന്തയോടെ ജീവിക്കണമെന്നാണ് തനിക്ക് ആകെ അറിയാവുന്ന കാര്യം. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന പ്രസ്ഥാനമാണ് SNDP എന്നും തങ്ങൾ ഒരിക്കലും ഒരു മതവിശ്വാസത്തിനും എതിരല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ടവൻ എന്നാണ് പറഞ്ഞത്. അത് ഇങ്ങനെയുള്ള തറവർത്തമാനം പറയുന്നവർ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവുക? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലത്ത് ഒരു കലാപവും ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു.